പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു ചർച്ച സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന DAKF-ൻ്റെ ഭാരവാഹികളോട് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വളരെ കാലികമായ ഒരു വിഷയം മാത്രമല്ല, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുവാൻ പോകുന്ന ഒരു പ്രശ്നത്തിൽ DAKF ചർച്ച സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഈ CJ തോമസിൻ്റെ ഒരു നാടകമുണ്ട്. CJ തോമസിൻ്റെ നാടകത്തിൽ 2 കഥാപാത്രങ്ങൾ, ഒന്ന് ദാവീദ്, മറ്റൊന്ന് ബത്ശേബ. അപ്പോൾ ദാവീദ് എന്ന കഥാപാത്രം ബത്ശേബയോട് പറയുന്ന ഒരു വാചകമുണ്ട്. ബത്ശേബയോട് ദാവീദ് പറയുന്നത് ഇതാണ്: ഞാൻ ഏകാഗിയാണ് ബത്ശേബ, ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പോലും ഞാൻ ഏകാഗിയാണ്. അപ്പോൾ ഇവിടെ CJ തോമസ് ഉന്നയിക്കുന്നത് ഒരു വലിയ ദാർശനിക പ്രശ്നമാണ്. നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും തനിച്ചാണ്. പക്ഷേ ഈ ജനിമൃതികൾക്കിടയിലുള്ള മനുഷ്യൻ്റെ ജീവിതം എന്തായിരിക്കണം എന്നതാണ് CJ തോമസ് ഉന്നയിക്കുന്ന ചോദ്യം. ഇത് ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു ദാർശനിക പ്രശ്നം മാത്രമല്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. CJ തോമസ് അർത്ഥമാക്കിയത് മനുഷ്യൻ സാമൂഹിക ജീവിയായി അല്ലേ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക്. അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും. വിദ്യാഭ്യാസം സാമൂഹ്യ ജീവിയായ മനുഷ്യരെ സൃഷ്ടിക്കുക. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇൻഫോം ചെയ്യുക എന്നുള്ളതല്ല, ഫോം ചെയ്യുക എന്നുള്ളതാണ്, രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വസ്തുതകളെയും കാര്യങ്ങളെയും കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരുപക്ഷെ കാര്യത്തെക്കാൾ നമ്മൾ സംസാരിക്കുന്നത് വസ്തുതകളുടെയും കാര്യങ്ങളുടെയും അർത്ഥമാണ്, അതിൻ്റെ പിന്നിലുള്ള അർത്ഥം. ഇപ്പോൾ ചിന്ത എന്ന് പറയുന്നത്, ഇത് ഒരു വസ്തുതയുടെ അർത്ഥത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പണ്ട് ആഡം സ്മിത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആഡം സ്മിത്ത് വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞത്, വിജ്ഞാനം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. ഇപ്പോൾ രണ്ടാണെങ്കിലും ചിന്ത എന്ന് പറയുന്നത്, വിമർശനാത്മകമായ ചിന്ത എന്ന് പറയുന്നത് വളരെ വിജ്ഞാനത്തിന് വളരെ പ്രധാനപ്പെട്ട, അറിവിന് വളരെ പ്രധാനപ്പെട്ട, വിദ്യാഭ്യാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നീഡ്സ് എ സെൻസ് ഓഫ് ഫ്യൂച്ചർ, നീഡ്സ് എ സെൻസ് ഓഫ് ഡ്രീം, നീഡ്സ് എ സെൻസ് ഓഫ് ഇമാജിനേഷൻ. അപ്പോൾ അതൊരു ഭാവിയെക്കുറിച്ചാണ്, അത് പിന്നെ ഇമാജിനേഷനെ കുറിച്ചുള്ളതാണ്, സ്വപ്നത്തെക്കുറിച്ചുള്ളതാണ് വിദ്യാഭ്യാസം. അതുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ഒന്നാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസ നയം വാണിജ്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒരു ഏകശില രൂപത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അത് സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച്, കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തെക്കുറിച്ച്, ഏകശില രൂപമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത്തരമൊരു വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയത്തിന് ഒരിക്കലും ഇമാജിനേഷനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇമാജിനേഷൻ്റെയും ചിന്തയുടെയും ഒക്കെ ഒരു ആൻറ്റിതീസിസായി ഒരു വിരുദ്ധ ദിശയിലേക്ക് പോകുന്ന ഒന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം. ഞാൻ എൻ്റെ ചർച്ച 2 ഭാഗമാക്കി അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം ഈ നയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ മാറ്റം സൃഷ്ടിച്ചേക്കാവുന്ന ചില പ്രശ്നങ്ങൾ, ചില ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വരികയാണെങ്കിൽ വിദ്യാഭ്യാസം അടിമുടി മാറുവാൻ പോവുകയാണ്. ഇതിൽ പല മാറ്റങ്ങളും
രചനാത്മകമല്ല, നിഷേധാത്മകമാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഈ 10+2 എന്ന സിസ്റ്റം ഇല്ലാതാവുന്നു. പകരം 5+3+3+4 എന്ന ഒരു പുതിയ സമ്പ്രദായം. കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ 3 വയസ്സിൽ തന്നെ ആരംഭിച്ച് സ്കൂൾ വിദ്യാഭ്യാസം 18 വയസ്സിൽ തീരുന്ന ഒരു കാര്യം. ഇപ്പോൾ 3 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം സാർവത്രിക വിദ്യാഭ്യാസമാക്കി മാറ്റുവാനും ഉദ്ദേശിക്കുന്നു എന്നാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് 3 വയസ്സിൽ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ അവരുടെ ബാല്യം നഷ്ടപ്പെടുന്നു എന്ന ഒരു കാര്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറയുകയുണ്ടായി 5+3+3+4. കുട്ടി മൂന്നാമത്തെ വയസ്സിൽ സ്കൂളിൽ അല്ലെങ്കിൽ അംഗനവാടിയിൽ പോകുന്നു. 8 വയസ്സ് വരെയാണ് ആദ്യത്തെ സ്റ്റേജ്. അതിനെ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണ് നയത്തിൽ പറയുന്നത്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള സ്റ്റേജ് അല്ലെങ്കിൽ ആ കാലയളവ് ഫൗണ്ടേഷണൽ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം. അത് 2ാം ക്ലാസ് വരെ എത്തി നിൽക്കും. 3 വയസ്സിൽ തുടങ്ങി 8 വയസ്സിൽ അവസാനിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഏഴാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ, 8ാമത്തെ വയസ്സിൽ 2ാം ക്ലാസ് തീരുന്നു. 2ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് പറയുന്നത്. അത് 3 വർഷം. അതാണ് 5+3, 3 വർഷം. കുട്ടിക്ക് 8 മുതൽ 11 വയസ്സ് വരെ, 3, 4, 5 ക്ലാസ്. അടുത്തതാണ് മിഡിൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്, മധ്യ സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്. അത് 8 മുതൽ 11 വയസ്സ് വരെ. അത് 6, 7, 8 ക്ലാസ്സുകൾ. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. നേരത്തെ പറഞ്ഞ തെറ്റാണ് തോന്നുന്നു. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് ഈ മിഡിൽ സ്റ്റേജ്. മറ്റേത് 8 മുതൽ 11 വരെയാണ്. അത് 5ാം സ്റ്റാൻഡേർഡ് വെച്ച് അവസാനിക്കുന്നു. ഇത് 6ാം ക്ലാസ്സിൽ തുടങ്ങി 8ാം ക്ലാസ്സിൽ വെച്ച് അവസാനിക്കുന്ന മിഡിൽ സ്റ്റേജ് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിനെ സെക്കൻഡറി സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. ആ സെക്കൻഡറി സ്റ്റേജ് 14ാമത്തെ വയസ്സ് മുതൽ 14 വയസ്സ് മുതൽ 18ാമത്തെ വയസ്സ് വരെ. അത് 9, 10, 11, 12 ഈ 4 ക്ലാസ്സുകളാണ്, +4 ഈ 4 ക്ലാസ്സുകളാണ് പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് ഈ സെക്കൻഡറി സ്റ്റേജിൽ വരുന്നത്. ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സെമസ്റ്റർ സമ്പ്രദായം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ സ്കൂളുകളെ ഒരു സ്കൂൾ കോംപ്ലക്സിലേക്ക്, സ്കൂൾ ക്ലസ്റ്ററിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. 5 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള റേഡിയസിൽ എല്ലാ സ്കൂളുകളും, ഇപ്പോൾ UP-യിലാണെങ്കിൽ ഒരു UP സ്കൂൾ, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ പോകുന്ന എല്ലാ കാര്യങ്ങളും അംഗനവാടി മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഒരു 5-10 കിലോമീറ്റർ റേഡിയസിൽ ഒരുമിച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ 5-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളെ ഒരു ക്ലസ്റ്റർ ആക്കുക. അപ്പോൾ അംഗനവാടി മുതൽ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ വരെ ആ ക്ലസ്റ്ററിൽ കാണും. അതിൽ ഒരു സ്കൂളെങ്കിലും നിർബന്ധമായും പബ്ലിക് സ്കൂളായിരിക്കണം, ഒരു സ്കൂളെങ്കിലും നിർബന്ധമായും പ്രൈവറ്റ് സ്കൂളുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾ കോംപ്ലക്സ്. അധ്യാപക നിയമനം ഈ സ്കൂൾ കോംപ്ലക്സിലേക്കാണ്. നമ്മളിപ്പോൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും അപ്പോയിന്റ് ചെയ്യുന്ന അധ്യാപകർ അതിന് പകരം ഈ സ്കൂൾ കോംപ്ലക്സിലേക്ക് നിയമിക്കും. പോളിസി പറയുന്നത് 4 വർഷത്തെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് 4 വർഷത്തെ B.Ed പ്രോഗ്രാം നിർബന്ധമാക്കും എന്നാണ് ഇനി മുതലുള്ള അപ്പോയിൻമെൻറ്റ്. അത് എല്ലാ സ്കൂളുകൾക്കും ബാധകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ സ്കൂളിലെ അധ്യാപക നിയമനത്തിന് ഈ B.Ed പ്രോഗ്രാം, 4 വർഷത്തെ B.Ed പ്രോഗ്രാം, ഇനിയുള്ള അപ്പോയിൻമെൻറ്റിന് B.Ed പ്രോഗ്രാം നിർബന്ധമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് LP സ്കൂൾ മുതൽ ആകാം, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും എന്തൊക്കെയാലും അങ്ങനെ തന്നെയാണ്. LP സ്കൂളിലാരും പ്രത്യേകം പറയുന്നില്ല, എങ്കിലും അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ. അതായത് മിനിമം യോഗ്യത 4 വർഷത്തെ B.Ed പ്രോഗ്രാം ആകാൻ പോകും. മാത്രമല്ല, അതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥ പറയുന്നത് ഇനി മുതൽ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷനും ശമ്പള വർധനവും ഉള്ളൂ എന്നുള്ളതാണ്. മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, മെറിറ്റ് പ്രൊമോഷനും അതുപോലെ തന്നെ ശമ്പള വർധനവും ഇനി മുതൽ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പ്രസക്തമായ ഭാഗം വായിക്കാം. 5.20 ഈ പോളിസിയിലെ 5.20 ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, പ്രൊമോഷൻ ആൻഡ് സാലറി ഇൻക്രീസസ്
promotion and salary increases will not occur based on seniority അടിസ്ഥാനത്തിലല്ല, but on the basis of performance appraisal. പെർഫോമൻസ് അപ്രൈസലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ അവർക്ക് പ്രൊമോഷൻ. ഞാൻ നേരത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അധ്യാപക യോഗ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ BEdൻ്റെ കാര്യം പറയുകയുണ്ടായി. അത് കൂടാതെ മറ്റൊരു ക്വാളിഫിക്കേഷൻ കൊണ്ടുണ്ട്, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതിലെ സ്കോർ ഇപ്പോൾ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ പരീക്ഷ എഴുതുകയും അതിൻ്റെ സ്കോർ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷമാണ് BEd പാസ്സായി വരുന്ന അധ്യാപകൻ ആപ്ലിക്കൻസിൻ്റെ ആ സ്കോർ കൂടി കൂട്ടിയതിന് ശേഷമാണ് അധ്യാപകരെ അപ്പോയിൻമെൻറ്റ് നടത്തുക. മാത്രമല്ല അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫോമൻസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഗവൺമെൻറ് ഒരുക്കുന്നു. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വർഷവും ഇത്ര ദിവസം 50 ദിവസം ട്രെയിനിങ്, അല്ലെങ്കിൽ ഇത്ര 50 മണിക്കൂർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അവരുടെ വിഷയത്തിൽ വരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ റെഗുലേറ്ററി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഈ നയം രൂപീകരണം, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഓവറോൾ സൂപ്പർവിഷൻ, ഓവറോൾ മോണിറ്ററിങ് മാത്രമേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിയുള്ളൂ. ഈ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനാണ് ഇനി മുതൽ ചുമതല. ഈ നയം നടപ്പിലാക്കി തുടങ്ങുമ്പോൾ അതിൻ്റെ ചുമതല, ഈ നയത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ചുമതല, ഓപ്പറേഷൻ്റെ ചുമതല, സർവീസ് പ്രൊവിഷൻ തുടങ്ങിയവ ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഈ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് SCERT ആയിരിക്കും. പക്ഷേ SCERTക്ക് ഏകപക്ഷീയമായി ചെയ്യാൻ പറ്റില്ല. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻ കൺസൾട്ടേഷൻ ആൻഡ് കൊളാബറേഷൻ വിത്ത് NCERT. NCERTയുടെ കൺസൾട്ടേഷൻ മാത്രമല്ല, കൊളാബറേഷനോടുകൂടി എന്ന് പറയുമ്പോൾ മിക്കവാറും NCERT പറയുന്നത് അനുസരിച്ച് SCERTകൾക്ക് പോകേണ്ടി വരുമെന്ന് നമുക്ക് തീരുമാനിക്കാം. പിന്നെ സ്കൂളിൽ അക്രഡിറ്റേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കോളേജിൽ മാത്രമേ ഉള്ളൂ, അത് സ്കൂളിലും കൂടെ അക്രഡിറ്റേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നു. സ്റ്റേറ്റ് സ്കൂൾസ് സ്റ്റാൻഡേർഡ് അതോറിറ്റി, SSSA, സ്റ്റേറ്റ് സ്കൂൾസ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയാണ് ഇത് ഈ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രോസസ്സിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇതാണ് സ്കൂൾ മേഖലയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോഴത്തേക്കും ഇനി മുതൽ 3 തരം യൂണിവേഴ്സിറ്റികളാണുള്ളത്. റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി, ടീച്ചിങ്ങിന് പ്രാമുഖ്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി, ടീച്ചിങ്ങിനും റിസർച്ചിനും പ്രാമുഖ്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി. മാത്രമല്ല അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി മുതൽ അഫിലിയേറ്റഡ് കോളേജസിന് യൂണിവേഴ്സിറ്റിയുമായിട്ട് കോളേജുകൾക്ക് അഫിലിയേഷൻ ഇല്ല. നിലവിലുള്ള അഫിലിയേറ്റഡ് കോളേജസ് അടുത്ത 15 വർഷത്തിനുള്ളിൽ, അതായത് 2035 അതിനുള്ളിൽ അവർ ഒന്നുകിൽ ഒരു ഓട്ടോണമസ് കോളേജായിട്ട് മാറണം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മാറണം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജായിട്ട് മാറണം. അതുമല്ലെങ്കിൽ അവർ സ്വയം ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് മാറണമെന്നാണ് പറയുന്നത്. ഈ കോളേജിനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെർഫോമൻസ് ബേസ്ഡ് ആണ്. അവർക്ക് ടെന്യൂർ ട്രാക്ക് സിസ്റ്റം കൊണ്ടുവരുന്നു. അവരെ ജോലി പെർമനൻ്റ് ആക്കുന്നതും, പ്രൊബേഷൻ തീരുമാനിക്കുന്നതും, പ്രൊബേഷൻ കഴിഞ്ഞ് പെർമനൻ്റ് ആക്കുന്നതും, പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ പ്രൊമോഷൻ്റെ കാര്യത്തിലും ശമ്പള വർധനവിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡൈസസ് തയ്യാറാക്കുന്നതാണ്. അവരെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കും ലഭിക്കുകയുള്ളൂ എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ റെഗുലേറ്ററി അതോറിറ്റിയിൽ വരികയാണെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടായി. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പറയുന്നത്. ആ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. പിന്നെ കുറച്ച് എക്സ്പേർട്സും ഗവൺമെൻറ് നോമിനികളും ചേർന്നതാണ് അതിൻ്റെ അധ്യക്ഷൻ. ആ കമ്മീഷന് കീഴിൽ 4 ഏജൻസികളുണ്ട്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്സ് കൗൺസിൽ, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. ഇത് 4ഉമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനിൻ്റെ കീഴിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ,
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിനും പുറമെയാണ് ഇപ്പം നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ കാണുകയും ചെയ്യും. നിലവിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് UGC ഉണ്ടാകും, പിന്നെ DAE, DBT, ICMR, ICAR, ICHR, ICSSR എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇനി കോഴ്സസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കോഴ്സസിൻ്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 തരം ഡിഗ്രിയുണ്ട്, പ്രോഗ്രാമുണ്ട്. 3 വർഷത്തെ ഡിഗ്രിയുണ്ട്, 4 വർഷത്തെ ഡിഗ്രിയുണ്ട്. MAയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 തരം ഡിഗ്രിയുണ്ട്, 2 തരം കോഴ്സസ് ഉണ്ട്. ഒന്ന് 2 വർഷത്തെ MA പ്രോഗ്രാമുണ്ട്, 1 വർഷത്തെ MA പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്, അതായത് ഡിഗ്രി മുതൽ PG വരെയുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് റിസർച്ചിൻ്റെ കാര്യം വരുമ്പോൾ ഈ 4 വർഷത്തെ ഡിഗ്രി പാസ്സായ ആൾക്കാർക്ക് നേരിട്ട് റിസർച്ചിന് പോകാം, MA പാസ്സായവർക്ക് നേരിട്ട് റിസർച്ചിന് പോകാം. B.Ed പ്രോഗ്രാം വരുമ്പോൾ കുറച്ചുകൂടെ മാറ്റമുണ്ട്. B.Ed പ്രോഗ്രാമിന് 3 തരം പ്രോഗ്രാംസാണ് B.Edനുള്ളത്. ഒന്ന് 4 വർഷത്തെ B.Ed, ഒന്ന് 2 വർഷത്തെ B.Ed ഇപ്പോൾ നിലവിലുള്ളത്, മറ്റൊന്ന് 1 വർഷത്തെ B.Ed. അങ്ങനെ 3 വർഷത്തെ B.Ed പ്രോഗ്രാമിന് 3 വർഷത്തെ B.Ed പ്രോഗ്രാമാണുള്ളത്. MPhil എന്ന് പറഞ്ഞ കോഴ്സ് വേണ്ടെന്ന് വച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, ഈ എല്ലാ കോഴ്സുകൾക്കും മൾട്ടിപ്പിൾ എൻട്രിയും എക്സിറ്റും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കോഴ്സ് നിർത്തി പോകാം. BA എൻറോൾ ചെയ്യുന്നൊരു കുട്ടി, ഡിഗ്രി എൻറോൾ ചെയ്യുന്നൊരു കുട്ടി 1 വർഷം കഴിയുമ്പോൾ അയാൾക്ക് മതിയാക്കി പോകണമെങ്കിൽ അയാൾ മതിയാക്കി പോകുന്നു, അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. വീണ്ടും എന്തെങ്കിലും വന്ന് അയാൾക്ക് വേണമെങ്കിൽ 2ാം വർഷ BAക്ക് പ്രവേശനം തേടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വർഷം പുറത്തു പോകുന്ന കുട്ടികൾക്ക് അവർ നേടിയ ക്രെഡിറ്റ് സൂക്ഷിക്കാനായിട്ട് ഒരു പുതിയ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ് ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ സൂക്ഷിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വർഷം, ഒരു 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ആ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിന്ന് നമ്മൾ നേടിയ ക്രെഡിറ്റ് എടുക്കുകയും ബാക്കി ക്രെഡിറ്റ് നമ്മൾ 3ാമത്തെ വർഷം പഠിച്ചാൽ മതിയാകും. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഇത് ഇനി മറ്റൊരു സംഗതി, സ്കൂൾ വിദ്യാഭ്യാസത്തിലും കോളേജ് വിദ്യാഭ്യാസത്തിലും ഒരുപോലുള്ളതാണ്. അതായത് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനം. തുടക്കം മുതൽ തന്നെ കുട്ടികൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള സംവിധാനം ഒരുക്കും. അത് കോളേജ് വരെ ഇങ്ങനെ കോളേജിലും വൊക്കേഷണൽ എഡ്യൂക്കേഷനുള്ള സംവിധാനം ഉണ്ടായിരിക്കുമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കണ്ടന്റ് പാർട്ട്, ഉള്ളടക്കം, ഈ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതിനകത്ത് ചില ആശങ്കകൾ, ഇനി ഞാൻ എൻ്റെ അവതരണത്തിൻ്റെ 2ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ചില ആശങ്കകൾ അവശേഷിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്, ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺഫ്യൂഷൻ, ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു അരാജകത്വം സൃഷ്ടിക്കും എന്നുള്ളതാണ്. മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ചിരുന്നത് ഒരു സ്ഥാപനമാണ്, UGC. അത് കഴിഞ്ഞിട്ട് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസി വന്നു. അപ്പം 2 സ്ഥാപനങ്ങൾ. പിന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം പഴയതുപോലെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ 2 സ്ഥാപനത്തിൻ്റെ സ്ഥാനത്ത്, പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തെ UGCയുടെ സ്ഥാനത്ത് ഇന്ന് 9 സ്ഥാപനങ്ങളാണ് വരാൻ പോകുന്നത്. UGC അതുപോലെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 9 സ്ഥാപനങ്ങൾ വരും. ഓരോന്നിനും ഓരോ സ്ഥാപനം. റെഗുലേഷൻ ഒരു സ്ഥാപനം, ഗ്രാൻഡ് നൽകാൻ വേറൊരു സ്ഥാപനം, റിസർച്ചിൻ്റെ കാര്യം നോക്കാൻ വേറൊരു സ്ഥാപനം, അക്കാഡമിക് സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കാൻ വേറൊരു സ്ഥാപനം, അക്രഡിറ്റേഷന് വേറൊരു സ്ഥാപനം, ടെക്നോളജി വിദ്യാഭ്യാസത്തിൻ്റെ ടെക്നോളജിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേറൊരു സ്ഥാപനം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഈ മൾട്ടിപ്പിൾ ഏജൻസികളുടെ നിയന്ത്രണത്തിന് വിധേയമാണ്. ഓരോന്നിനും നാം ഓരോരോ ഏജൻസിയെ സമീപിക്കേണ്ട. നേരത്തെ ഒരു ഏജൻസി മാത്രം സമീപിച്ചിരുന്നിടത്ത്, അല്ലെങ്കിൽ 1 2 ഏജൻസി മാത്രം സമീപിച്ചിരുന്നതിൻ്റെ സ്ഥാനത്ത് ഇന്ന് പല ഏജൻസികൾ നമ്മൾ സമീപിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു കൺഫ്യൂഷൻ, ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് മാത്രമല്ല, വിഭവത്തെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ, ഈ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് തന്നെ നമ്മുടെ GDPയുടെ 4.43% വിദ്യാഭ്യാസത്തിന് നമ്മുടെ സർക്കാർ ചിലവാക്കുന്നത്, സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ കൂടി വരുമ്പോൾ ഈ ചെറിയ വിഭവങ്ങളെ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒരു തിൻ സ്പ്രെഡ് ഓഫ്
റിസോഴ്സസിൻ്റെ വളരെ വളരെ വൈഡായിട്ടുള്ള ഒരു സ്പ്രെഡിലേക്ക് പോകും. ഉള്ള വിഭവങ്ങളെ കൂടുതൽ കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരികയും ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് കാര്യം ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് 10 സ്ഥാപനങ്ങളാണുള്ളത്. UGC കൂടെ കൂട്ടുകയാണെങ്കിൽ 10 സ്ഥാപനം. ആ 10 സ്ഥാപനങ്ങളുടെ ചിലവ് കഴിച്ചിട്ടുള്ള തുകയായിരിക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസമായാലും ശരി മറ്റു വിദ്യാഭ്യാസമായാലും ശരി ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റും പുറമെ ഈ ഒരു നമ്മുടെ റിസോഴ്സ് ക്രഞ്ച് അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഒരു ദാരിദ്ര്യം വല്ലാതെ നമുക്കുണ്ടാകും. ഇത് മാത്രമല്ല, അക്കാഡമിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം കൺഫ്യൂഷനാണ്. പലതരം ഡിഗ്രികളാണ്. MAക്ക് തന്നെ 2 തരം ഡിഗ്രി, PGക്ക്, UGക്ക് ആണെങ്കിൽ 2 തരം ഡിഗ്രി, BEdനാണെങ്കിൽ 3 തരം പ്രോഗ്രാംസ്, ഡിഗ്രി അല്ല പ്രോഗ്രാംസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ടാകുന്നത്. ഇനി ഗവേഷണത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ പറയുന്നു 4 വർഷത്തെ ഡിഗ്രി പഠിച്ച് പാസ്സായ കുട്ടികൾ, 4 വർഷത്തെ ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് റിസർച്ചിന് വരാം എന്ന് പറയുന്നു. MAക്കാർക്കും ഡയറക്റ്റായിട്ട് റിസർച്ചിന് വരാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ 4 വർഷത്തെ ഡിഗ്രി പാസ്സായി PG റിസർച്ചിന് പോയി ഇറങ്ങുന്ന കുട്ടിക്ക് ഒരു MA ബേസിക് ക്വാളിഫിക്കേഷനുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ലെക്ചർ പോസ്റ്റിന് MA ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. പക്ഷേ ഈ കുട്ടി ഡിഗ്രി 4 വർഷം പഠിച്ചിട്ട് നേരെ റിസർച്ചിനാണ് പോയി. MAക്ക് പഠിക്കുന്ന കുട്ടിയും MA കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിസർച്ചിന് പോകാം. ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുമ്പോൾ MA ക്വാളിഫിക്കേഷനുള്ള ഒരു ജോലിക്ക് ഈ 4 വർഷത്തെ ഡിഗ്രി പാസ്സായി റിസർച്ചിന് പോകുന്ന കുട്ടി എലിജിബിളാണോ ചോദ്യമാണ്. അത് എലിജിബിൾ ആണെങ്കിൽ പിന്നെ ആരാണ് MAക്ക് പഠിക്കാൻ പോകുന്നത്? കാരണം 4 വർഷത്തെ BA കഴിഞ്ഞിട്ട് നേരെ റിസർച്ചിന് പോയി നിങ്ങൾക്ക് പിന്നെ റിസർച്ച് ഡിഗ്രി എടുത്ത് ലെക്ചർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാമെങ്കിൽ 5 വർഷത്തെ MA പ്രോഗ്രാം കഴിഞ്ഞിട്ട് 3 വർഷം BA, അത് കഴിഞ്ഞ് 2 വർഷത്തെ MAയും കഴിഞ്ഞിട്ട് 1 വർഷം അധികം ചിലവാക്കി ഈ റിസർച്ചിനും പോവുകയും പിന്നെ അധ്യാപക വൃത്തിക്ക് വരികയും ചെയ്യുന്നത് 1 വർഷം അവരെ സംബന്ധിച്ചോളം വേസ്റ്റാണ്. കാര്യം MAക്ക് 2 വർഷം ചിലവാക്കും, BAക്ക് 3 വർഷം ചിലവാക്കും. നേരെ മറിച്ച് ഇവിടെ ഈ കുട്ടി 4 വർഷം കൊണ്ട് ഡിഗ്രി പാസ്സാവുകയും നേരെ റിസർച്ചിന് പോവുകയും ചെയ്യുന്ന, അപ്പോൾ അങ്ങനൊരു ഈ MAക്ക് PG പ്രോഗ്രാമിന് ആൾക്കാർ വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. മറ്റൊരു സുപ്രധാന സംഗതി ഇതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആക്സസിബിലിറ്റി, എത്രത്തോളം ആക്സസിബിൾ ആണെന്നുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കാം. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് 30 വിദ്യാർത്ഥികൾ താഴെയുള്ള സ്കൂളുകൾ പൂട്ടും എന്നാണ് പറയുന്നത്. 30 വിദ്യാർത്ഥികൾ താഴെയുള്ള സ്കൂളുകൾ. അപ്പോൾ ഇന്ത്യയിലെ ഈ പിന്നെ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം നോക്കുകയാണെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസ രംഗം നോക്കുകയാണെങ്കിൽ ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ 40% സ്കൂളുകളും 30 വിദ്യാർത്ഥികൾ താഴെയുള്ള സ്കൂളുകളാണ്. ഒരു ക്ലാസ്സിലല്ല, സ്കൂൾ മൊത്തമായിട്ട് 30 വിദ്യാർത്ഥികൾ താഴെയുള്ള സ്കൂളുകളാണ് 40% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 60% ഗ്രാമങ്ങളിലും 30 വിദ്യാർത്ഥികളോ അതിൽ താഴെയോ ഉള്ള വിദ്യാഭ്യാസ സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ 30 വിദ്യാർത്ഥികളും അതിൽ താഴെയുമുള്ള സ്കൂളുകൾ പൂട്ടുമ്പോൾ ഒരുപാട് സ്കൂളുകൾ പൂട്ടേണ്ടി വരും. ഇപ്പോൾ ഇവിടെ പറയുന്നു, നയം വ്യക്തമാക്കുന്നത് ഇത് പിന്നെ സാർവത്രികമാണെന്നാണ്. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികമാണെന്ന് പറയുകയും നിലവിലുള്ള പല സ്കൂളുകളും പൂട്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങളില്ലാതാക്കും. അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നു കഴിഞ്ഞാൽ. കാരണം കോളേജുകൾ അടുത്ത 15 വർഷത്തിനുള്ളിൽ ഒന്നിൽ സ്വന്തം കാലിൽ നിൽക്കണം, ഓട്ടോണമസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർ തന്നെ ഒരു സ്വയം യൂണിവേഴ്സിറ്റിയായിട്ട് മാറണം. നമ്മുടെ ഇന്ത്യയിൽ 50,000-ൽ പരം കോളേജുകളുണ്ട്. ഇതിൽ എത്ര കോളേജുകൾക്ക് ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, ഓട്ടോണമസ് ആകാൻ പറ്റും? എത്ര കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റി അബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോൺസ്റ്റന്റ് കോളേജായിട്ട് മാറാൻ പറ്റുന്നത്? എത്ര കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറാൻ പറ്റും? അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും 15 വർഷത്തിനുള്ളിൽ പൂട്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതിനർത്ഥം വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 26.3%. ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 50% ആക്കണമെന്നാണ് ഈ വിദ്യാഭ്യാസ നയത്തിലെ ലക്ഷ്യമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യമാക്കി പറയുകയും ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇരട്ടിയാക്കുന്നത് ലക്ഷ്യമായി പറയുകയും പക്ഷേ ഫലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കുറയുന്നു, പക്ഷേ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കാനുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ UGC മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 10 സ്ഥാപനങ്ങൾ വരികയാണ്. UGC ഉൾപ്പെടെ 10 സ്ഥാപനങ്ങൾ വരുന്നു. ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് ഏജൻസി വരുന്നു, SSSA വരുന്നു.
അത് ഒരു പുതിയ ഒരു സ്ഥാപന സ്വരൂപമാണ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള സ്ഥാപനങ്ങൾ കൂടുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുകയും അവസരം കുട്ടികൾക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ. മൂന്നാമത്തത് സ്വകാര്യവൽക്കരണമാണ്. ഈ നയത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി വിദ്യാഭ്യാസ നയം ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനത് വായിക്കാം. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുകയും ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വകാര്യവൽക്കരണത്തെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുകയും ആ നയം ചെയ്യുന്നുണ്ട്. ഞാനത് വായിക്കാം. 18.13 പറഞ്ഞേക്കുന്നത്, ദി റെഗുലേറ്ററി റെഷീം ഷാൽ എൻകറേജ് private philanthropic effort in education. The regulatory regime shall encourage private philanthropic effort in education. ഈ പ്രൈവറ്റിനെ ഒരു മധുരതരമാക്കുന്നതിന് വേണ്ടി ഫിലാന്ത്രോപ്പിക് എന്നുള്ള ഒരു വാക്കും കൂടെ ചേർത്തിരിക്കുകയാണ്. പ്രൈവറ്റ് ഫിലാന്ത്രോപ്പിക് എഫേർട്ട് ഫലത്തിൽ സംഭവിക്കുന്നത് പ്രൈവറ്റൈസേഷനാണ്. വീണ്ടും 26.6 പറഞ്ഞേക്കുന്നു, ദി പോളിസി കോൾസ് ഫോർ ആക്റ്റീവ് പ്രൊമോഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ പ്രൈവറ്റ് ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കും. ദി പോളിസി കോൾസ് ഫോർ ആക്റ്റീവ് പ്രൊമോഷൻ, ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യണം, ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്തിനെ? പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റി ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഫലത്തിൽ അത് സ്വകാര്യവൽക്കരണത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രധാന പോരായ്മയായി ഈ നയം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സ്വകാര്യവൽക്കരണത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് പറയുന്ന ആ നയം അല്ലെങ്കിൽ ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഒരു സംഗതി വിദ്യാഭ്യാസ നയത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തെ പ്രശ്നം, ഈ സംവരണത്തെക്കുറിച്ച് യാതൊന്നും തന്നെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സംവരണം എന്ന വാക്ക് തന്നെ സാമൂഹ്യനീതി ആണല്ലോ സംവരണം. ആ സാമൂഹ്യനീതി, ആ സംവരണത്തെക്കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സാമൂഹ്യനീതിയെ സാമ്പത്തിക സഹായമായിട്ടാണ് ഈ വിദ്യാഭ്യാസ നയം വ്യാഖ്യാനിക്കുന്നത്. ഞാനത് രണ്ട് കാര്യങ്ങൾ വായിക്കാം. ഒന്ന് 12.10 പാരഗ്രാഫ്. അതിൽ പറഞ്ഞേക്കുന്നത്, എഫേർട്സ് വിൽ ബി മെയ്ഡ് ടു ഇൻസെൻറ്റിവൈസ് ദി മെറിറ്റ് ഓഫ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു SC, ST, OBC ആൻഡ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ്. ടു ഇൻസെൻറ്റിവൈസ് ദി മെറിറ്റ് ഓഫ് സ്റ്റുഡൻസ്. 14.4 പറഞ്ഞേക്കുന്നത്, Government shall provide more financial assistance and scholarships to socially and economically disadvantaged groups of students. അപ്പോൾ അവർക്ക് കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കണം, കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കണം. അപ്പോൾ സംവരണം എന്ന് പറയുന്നത്, സാമൂഹ്യനീതി എന്ന് പറയുന്നത് സ്കോളർഷിപ്പായും സാമ്പത്തിക സഹായമായും കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് എപ്പോഴും എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് അഡ്മിഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് പോളിസീസ് ഷുഡ് ബി ഇൻക്ലൂസീവ്. സംവരണത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം അഡ്മിഷനും റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നതല്ലാതെ സംവരണം എന്ന വാക്ക് തന്നെ ഈ വിദ്യാഭ്യാസ നയത്തിൽ എങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നാം എടുക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തത് ഇതിൻ്റെ ഒരു കേന്ദ്രീകരണം. വിദ്യാഭ്യാസത്തെ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസം മുഴുവൻ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ. അതൊരു ഏകശിലാരൂപം ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു രാജ്യം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഒരു രാജ്യം ഒരു പാഠ്യപദ്ധതി എന്ന രീതിയിലേക്ക് പോകുന്നു. യാതൊരു ചർച്ചയുമില്ലാതെയാണ് വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നയം ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല, പാർലമെൻറ്റ് പോലും ചർച്ച ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസത്തിൽ ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അത് കേന്ദ്രത്തിലെത്തുന്നു. കേന്ദ്രത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ നയം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ വിദ്യാഭ്യാസത്തെ കംപ്ലീറ്റ് ആയിട്ട് PMOയുടെ കീഴിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്. PMOയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള നിരീക്ഷണത്തിൽ, സൂപ്പർവിഷനിൽ, അതിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ വിദ്യാഭ്യാസം വരിക എമ്പോൾ അത്രമാത്രം കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ്. ഈ സ്വയംഭരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്വയംഭരണം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ സ്വയംഭരണം ആണ്, അധ്യാപകരുടെ സ്വയംഭരണം ഒന്നുമല്ല.
മാനേജർക്ക് സ്വയംഭരണം കിട്ടിക്കഴിഞ്ഞാൽ അധ്യാപകർക്ക് സ്വയംഭരണം കിട്ടുമെന്ന് പറയുന്നത് ഈ ബിൽഗേറ്റ്സിൻ്റെ ലാഭം കൂടിയാൽ ബിൽഗേറ്റ്സിൻ്റെ തൊഴിലാളികൾക്ക് സമ്പന്നരാകുമെന്ന് പറയുന്നതിന് തുല്യമാണ്. ബിൽഗേറ്റ്സിൻ്റെ ലാഭം കൂടിയാൽ അദ്ദേഹം സമ്പന്നരാകുമെന്നല്ലാതെ അതിലത്തെ തൊഴിലാളികൾക്ക് ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ മാനേജർക്ക് സ്വയംഭരണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അധ്യാപകർക്ക് എവിടെ സ്വയംഭരണം ഉണ്ടാകുന്നത്? മാത്രമല്ല, എന്തുതരം സ്വയംഭരണമാണ്? മാനേജ്മെൻറ്റിന് തന്നെ സ്വയംഭരണം ഇവർ കൊടുക്കുന്നത് എന്തുതരം സ്വയംഭരണമാണ്? സാമ്പത്തികമായ സ്വയംഭരണം. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ശേഷികൾ, സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഓട്ടോണമി ആയിട്ട് മാത്രം മാറുക. ഇതൊരു അധികാരവൽക്കരണമല്ല, എംപവർമെൻ്റ് അല്ല. ഈ സ്വയംഭരണം അല്ലെങ്കിൽ ഓട്ടോണമി എംപവർമെൻറ്റിലേക്ക് വഴിതെളിക്കുമ്പോഴാണ് ഓട്ടോണമി യഥാർത്ഥത്തിൽ ഫലവത്താകുന്നത്. ഇത് അങ്ങനല്ല, എംപവർമെൻറ്റിലേക്കല്ല നയിക്കുന്നത്. ഇതൊരു തരം സാമ്പത്തികമായിട്ടുള്ള സ്വയംഭരണവും മാനേജ്മെൻറ്റിൻ്റെ സ്വയംഭരണവുമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. ഈ നയത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കരിക്കുലം തീരുമാനിക്കാനൊക്കെ അധ്യാപകർക്ക് ഇത് കൊടുക്കും, അവസരം കൊടുക്കും, അധികാരം കൊടുക്കും എന്നൊക്കെ. പക്ഷേ ഇത് കൊടുക്കുന്നിടത്ത് ഇത് പറഞ്ഞിടത്തെല്ലാം പറഞ്ഞേക്കുന്ന ഒരു സംഗതി അങ്ങനെ ആണെങ്കിൽ തന്നെയും ഒരു ദേശീയ നയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ നയത്തിനുള്ളിൽ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, SCERTക്ക് പാഠ്യപദ്ധതി തയ്യാറാക്കാം. പക്ഷേ NCERTയുമായി ആലോചിച്ചും കൊളാബറേറ്റ് ചെയ്ത് മാത്രമേ പറ്റൂ എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഫലത്തിൽ അത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒന്നായിട്ട് മാറും. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അതിലൊന്ന് ഈ നൈപുണ്യ വികസനമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നൈപുണ്യ വികസനമാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അതിനെ തൽക്കാലം ഞാൻ വിടുന്നു. അത് വേറൊരു വേദിയിൽ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഇനി എന്ത് തരം നൈപുണ്യ വികസനമാണ് ഇവർ പറയുന്നത്? കോഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പലതിനെക്കുറിച്ചും ഡാറ്റാ സയൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഈ നൈപുണ്യ വികസനത്തിനെ കുറിച്ച് പറയുന്ന ഒരു പാരഗ്രാഫ് എത്തുന്നത് ഇതിലേക്കാണ്. 4.26 പാരഗ്രാഫ്. അതിൽ പറഞ്ഞേക്കുന്നത് വൊക്കേഷണൽ ക്രാഫ്റ്റ്സ് സച്ച് എസ് കാർപ്പൻറ്ററി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, ഗാർഡനിങ്, പോട്ടറി മേക്കിംഗ് എക്സെട്ര എന്ന് പറഞ്ഞാൽ ആശാരിപ്പണി, അങ്ങനെയുള്ള കൊല്ലപ്പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നൈപുണ്യം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഇത് അൽഗോരിതം ഡിസൈനിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഇത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ കാലഘട്ടമാണ്. മെഷീൻ തന്നെ മെഷീനെ ഉണ്ടാക്കുന്നൊരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാതെ നമ്മൾ അടുത്ത തലമുറ ഈ തൊഴിലിന് വേണ്ടി മത്സരിക്കുന്നത് അവർ തമ്മിലല്ല, അവർക്ക് മത്സരിക്കേണ്ടി വരുന്നത് മെഷീനുമായിട്ടാണ്. മെഷീനുമായിട്ട് മത്സരിക്കണം. കാര്യം മെഷീൻ ചെയ്യുന്ന ജോലി മെഷീനേക്കാൾ ഭംഗിയായി ചെയ്യാനുള്ള കഴിവ് ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകണം. മെഷീൻ ചെയ്യാത്ത ജോലി കഴിവുറ്റ രീതിയിൽ ചെയ്യാൻ അവർക്ക് കഴിയണം. അത്രമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മളിപ്പോഴും പഴയ ആശാരിപ്പണിയും കൊല്ലപ്പണിയും പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ വൊക്കേഷണലൈസേഷൻ സ്കൂളിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള മക്കൾ ഈ വൊക്കേഷണൽ സ്ട്രീമിലേക്ക് അങ്ങ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ സാധാരണക്കാരായ മക്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരാതിരിക്കുകയും അത് ഈ പറയുന്ന തൊഴിലിലേക്ക് പോവുകയും മറ്റുള്ളവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് മറ്റുള്ള വരേണ്യവർഗത്തിൻ്റെ മക്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ വരേണ്യവർഗത്തിൻ്റെ മക്കൾ തലച്ചോറ് കൊണ്ട് ജോലി ചെയ്യട്ടെ, സാധാരണക്കാരൻ്റെ മക്കൾ കൈകൾ കൊണ്ട് ജോലി ചെയ്യട്ടെ എന്ന് പറയുന്ന പഴയ സമ്പ്രദായത്തിലേക്കുള്ള പോക്കാണ്. ഏറ്റവും അവസാനത്തെ 7ാമത്തെ പ്രശ്നം, ഇതൊരുതരം ഒരു റിവൈവലിസത്തിൻ്റെ ലക്ഷണമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉടനീളം കാണുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ കനകപൂർവികതയെക്കുറിച്ച്, ഗോൾഡൻ ഏജിനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഗൈഡിങ് ലൈറ്റ് തന്നെ അതാണെന്നാണ് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം ഒരു പ്രസക്ത ഭാഗം. The rich heritage of ancient and eternal Indian knowledge and thought has been a guiding light for this policy. The rich heritage of ancient and eternal Indian knowledge and thought has been a guiding light for this policy. നമ്മുടെ കനകപൂർവികത എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഈ കനകപൂർവികത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കനകപൂർവികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ ഇവിടെ പറയുന്നത് അതിൻ്റെ ഗോൾഡൻ ഏജിനെ കുറിച്ച്, എറ്റേണൽ ആൻഡ് ഏൻഷ്യൻ ഇന്ത്യൻ നോളജ് ആൻഡ് തോട്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അപ്പോൾ ഇനി നമ്മൾ സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമ്മൾ ഭാഷയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. പറയുന്നുണ്ട്, ഭാഷയിൽ സംസ്കൃതവും ക്ലാസിക്കൽ ലാംഗ്വേജസും ആയിരിക്കും ഏറ്റവും കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മറ്റ് ഭാഷകൾ ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഭാഷയിൽ പറയുന്നത് സംസ്കൃതവും ക്ലാസിക്കൽ ലാംഗ്വേജും. അപ്പോൾ ഭാഷയുടെ തന്നെ ഒരു ഹയറാർക്കി കൊണ്ടുവരും. അതിൽ തന്നെ സംസ്കൃതത്തെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് 22.15 പാരഗ്രാഫ്. ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ്സ് ആൻഡ് സാൻസ്ക്രിറ്റ് നോളജ് സിസ്റ്റം
ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് ദി ന്യൂ മൾട്ടിഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒന്നുകൂടി വായിക്കാം. ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് സാൻസ്ക്രിറ്റ് നോളജ് സിസ്റ്റം ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് ദി ന്യൂലി മൾട്ടിഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നോ മേ ബി എന്നല്ല, ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പൽസറിയാണ്, ഇത് കൊണ്ടുവരാൻ പോവുകയാണ്. സംസ്കൃത വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു ഭാഷയും പഠിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഏത് ഭാഷയും പഠിപ്പിക്കാം. പക്ഷേ ഇവിടെ സംസ്കൃതത്തിന് ഇത്രയും പ്രാമുഖ്യം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു ഭാഷയുടെ ഒരു ഹൈറാർക്കി കൊണ്ടുവരിക. മാത്രമല്ല, നേരത്തെ പറഞ്ഞ റിവൈവലിസത്തിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തുല്യമാണ്. വാക്കെന്ന് പറയുന്ന ഒരു ശബ്ദമല്ല, വാക്ക് ഒരു സോഷ്യോളജിയാണ്, ഭാഷ ഒരു സോഷ്യോളജിയാണ്. അപ്പോൾ സംസ്കൃതത്തെ പ്രൊമോട്ട് ചെയ്യും, മറ്റെല്ലാ ഭാഷകൾക്കും ഉപരിയായി സംസ്കൃതത്തെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സമൂഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് ആണ് ഈ നയം വ്യക്തമാകുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ റിവൈവലിസത്തിൻ്റെ ഒരു ലക്ഷണം. റിവൈവലിസത്തിലേക്കുള്ള, നമ്മുടെ പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം ഇതാണ്. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധം നടക്കാൻ പോകുന്നു. യുദ്ധത്തിൽ എതിർവശത്ത് നിൽക്കുന്നവരെല്ലാം സ്വന്തം ഗുരുക്കന്മാരും ബന്ധുജനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരെ എങ്ങനെ അവർക്കെതിരെ യുദ്ധം ചെയ്യും എന്നുള്ള സന്ദേഹത്തിൽ നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നൊരു കാര്യം, അർജുന, നീ വെറും ചട്ടുകം മാത്രമാണ്, നീ വെറും ചട്ടുകം മാത്രമാണ്, നീ എല്ലാ തീരുമാനം എടുക്കുന്നത്, നീ വെറും ചട്ടുകം മാത്രമാണ്, മറ്റാരുടെ ഹിതം നടപ്പിലാക്കേണ്ട ചട്ടുകം മാത്രമാണ്. പക്ഷെ ചട്ടുകത്തിൻ്റെ പ്രശ്നം, ചട്ടുകം ഇളക്കാനേ കൊള്ളാവൂ, ചട്ടുകത്തിന് ഇളക്കുന്ന പായസത്തിൻ്റെ രുചി അറിയത്തില്ല എന്നുള്ളതാണ്. രുചി അറിയുന്നത് കഴിക്കുന്നവർക്കാണ്. ഏതാണ്ട് ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ നയവും ഏതാണ്ട് ഈ ചട്ടുകങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ കനി നുകരുവാൻ അല്ല, നുകരുന്ന ആൾക്കാരെയല്ല സൃഷ്ടിക്കുന്നത്, മറിച്ച് ചട്ടുകങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം. ഈ ആശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പറയുന്ന ഈ കൂടെ ഈ സീതയെ കൊണ്ട് ശ്രീരാമനോട് ആശാൻ ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആശാൻ പറയിപ്പിക്കുന്ന ഇതാണ്, സീതയെ കൊണ്ട് ശ്രീരാമനോട് പറയിപ്പിക്കുന്ന ഇതാണ്, ശ്രീരാമേന്ദ്ര, ഈ നീതി എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. ഓരോ കാലഘട്ടത്തിലും അധികാരത്തിൽ ഇരിക്കുന്നവർ എഴുതി വയ്ക്കുന്നതാണ് നീതി എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ഈ വിദ്യാഭ്യാസ നയ രേഖ വ്യക്തമാക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ എഴുതി വയ്ക്കുന്നതാണ് വിദ്യാഭ്യാസ നയമായിട്ട് വരുന്നത്. അവരുടെ സ്ഥാനമാനങ്ങളെ ഉറപ്പിക്കുന്ന ഒരു നയമായിരിക്കും വിദ്യാഭ്യാസ നയമായി വരുന്നത് എന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു പൊളിറ്റിക്കൽ ആർക്കിടെക്ചറിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ്, ഒരു രാഷ്ട്രീയ ശില്പനിർമ്മാണത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ശില്പനിർമ്മാണത്തിൻ്റെ. അതാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഞാൻ വീണ്ടും ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിച്ച DAKF ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.